എല്ലാവർക്കും ഒരു ഹായ്. പോയി ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന സീരീസിന്റെ എപ്പിസോഡ് 4 ഒക്കെ പോയി. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹാവോച്ചൻ ട്രെയിനിങ് അവൻ വീഴാൻ പോകുന്ന സമയത്ത് ഷിങ്ങി വന്ന് പിടിച്ചുകൊണ്ടുപോയി. ഇപ്പൊ ഇത്ര മതി എന്ന് ഇനി ഫുഡ് കഴിച്ചിട്ടെന്ന് പറഞ്ഞു പോകുന്നു. അവനാകെ ടയേർഡായി പോയി. അത് മനസ്സിലാക്കിയിട്ട് നടക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മയെ ഓർത്തിട്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് വരുന്നു. അവനോട് ഈ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോഴാണ് അവൻ ആ ഫുഡ് കൊണ്ട് അതിശയിച്ചു പോകുന്നത്. കാരണം ഇങ്ങനെ നല്ല ഫുഡ് അവൻ കണ്ടിട്ടില്ല. അവൻ്റെ അമ്മയെ ഓർത്തിട്ട് അവൻ ഷിങ്ങിൻ്റെ മുൻപിൽ മുട്ടൂത്തി. അതുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുകയാണ്. നിനക്കെന്ത് ധൈര്യമുണ്ട് ഒരു നൈറ്റ് ആളുടെ മുൻപിൽ മുട്ടൂത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇന്ന് പറയട്ടെ, എനിക്കിതിൽ നിന്ന് കുറച്ച് ഫുഡ് സേവ് ചെയ്തോട്ടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. അമ്മ ഇങ്ങനെ നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അത് കേട്ട് എന്ത് പറയണമെന്ന അവസ്ഥയിലായിപ്പോയി. ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല, എൻ്റെ അമ്മ എന്നെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മറ്റുള്ള തുണി അലക്കി ഉണക്കി കൊടുത്തു. ഇപ്പോൾ ഒട്ടും തന്നെ വയ്യാതായി. ഒരു പ്രാവശ്യം പോലെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം കൂടി കേട്ടപ്പോൾ അവിടെ നിന്ന് സങ്കടത്തിൽ പോവുകയാണ്. അവന് മനസ്സിലായില്ല മറുപടി പറയാതെ പോയതിന്. വെളിയിൽ ചെന്നിട്ട് അവരുടെ ഫോട്ടോ അത് നോക്കുന്നു. ഫസ്റ്റ് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രിൻസസിനെ പോലുള്ള ബാഗ് വന്ന് കൂട്ടിയിടിച്ചു. അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു അത്. അതുവഴി പോയ എന്തോ നക്ഷത്രമോ അത് കണ്ട് നിൽക്കുന്നു. അങ്ങോട്ട് ഹാവച്ച വന്നിട്ട് അവൻ സോറി പറയുമ്പോൾ ഇനി ഞാൻ മുട്ടൂത്തില്ല, അതുപോലെ അവനെ പുറത്താക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ വിചാരിച്ചത് ഞാൻ അങ്ങനെ ചെയ്യണമെന്നാണോ? ഈ സൂര്യനെ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അതേന്ന് പറയുമ്പോൾ ഈ സൂര്യനെ പോലും കാണാൻ കഴിയാത്ത ഒരുപാട് പേര് ഈ ഓർഡർ സിറ്റിക്ക് വെളിയിലുണ്ട്. ബോർഡറിന് വെളിയിൽ അവർ ഡീമനായിട്ട് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പാടുപെടുന്ന ഒരുപാട് പേർ. സൂര്യനെ ഇരുട്ടിലേക്ക് ഡാർക്ക്നെസ്സിൽ കൂടി കണ്ണടക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ഹ്യൂമൻസ്. നീ നിന്റെ അമ്മയ്ക്ക് ആ ടോണിക് സ്ലിക്കോട് അത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ സ്ട്രോങ് ആയി നൈറ്റ് ആകണമെന്നെങ്കിൽ അവരെ സംരക്ഷിക്കണമെങ്കിൽ ഡീമൻസിൽ നിന്ന് ഹ്യൂമൻസിനെ രക്ഷിക്കണം. എങ്ങനെയൊക്കെ എങ്കിൽ നീ അതിന് സ്ട്രോങ് ആകണം എന്നൊക്കെ കുറച്ച് പറയുമ്പോൾ അവന് തന്നെ രോമാഞ്ചം. അവന് വാക്ക് കൊടുത്ത് ഞാൻ ഓടിപ്പോവില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ സ്ട്രോങ് ആകും, എല്ലാവരെയും സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ നീ അവനെ നന്നായിട്ട് വളർത്തി എന്ന് മനസ്സിൽ. അവൻ്റെ അമ്മയുടെ ഫുഡ് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എപ്പോഴും ഇത് മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് റിംഗ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇവിടെ നിന്ന് നിനക്ക് പുതിയ സ്കില്ല് പഠിക്കാം. ഇവിടെയുള്ള ഓരോ കാർഡും ഓരോ സ്കില്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള ഫോർമേഷൻ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അവിടെയുള്ള കാർഡ്സ് അതെല്ലാം എടുക്കുന്നു. അത് അവരിന് ചുറ്റുമായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് സീക്രട്ട് സ്കില്ലുകളാണ് ഒരു നൈറ്റ് ഷ്രൈൻ. അവനൊന്നിടത്തോടത്തും അതിൽ മാറ്റങ്ങൾ വരുന്നു. അവനോട് ഇതിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്കില്ലുണ്ട്, അതിൽ ക്രോസ് സ്ലാഷ് ഓഫ് സൺ അതെല്ലാം കണ്ട് അതിശയിച്ച് നിൽക്കുമ്പോൾ സീക്രട്ട് ടെക്നിക്ക് ആകാൻ കാരണം ഓരോ ടെമ്പിളിലെ ഹയസ്റ്റ് സ്കില്ലുകളാണിത്. നീ ഇതെല്ലാം പഠിക്കണം. ഞാൻ ഉണ്ടാക്കിയ സ്കില്ല് നിനക്ക് പഠിക്കാൻ സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? യെസ് മാസ്റ്റർ. അവൻ ആ റിങ് അതിനുള്ളിലാണ് ഈ സ്പേസ്, ഈ സ്കില്ലുകൾ പഠിക്കാനുള്ളത്. ആ റിങ് മുകളിൽ വെച്ചിട്ട് സോഡ് വെച്ച് പ്രതിജ്ഞ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഞാൻ എൻ്റെ ക്രൗണ് എൻ്റെ സോഡിൻ്റെ കൂടെ തരുമോ എന്നൊക്കെ പറയുന്നു. ഇനി മുതൽ നിന്റെ ലൈഫ് ടെമ്പിൾ അലയൻസിൻ്റെതായിരിക്കും. ഐ മീൻ ലൈഫ് ടെമ്പിൾ അലയൻസിൻ്റെതായിരിക്കും. നീ ഹ്യൂമാനിറ്റിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞ് അത് അവന് കൊടുത്തു. അതോടെ അവിടെ ഉള്ളത് അവനായിട്ട് മാറുകയാണ്. വന്നതെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് പോകുന്നു. നിന്റെ സ്ട്രെങ്ത് അത് വെച്ച് നീ ഓരോന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവനൊരു കാർഡ് അത് കൊടുത്തു. അവൻ്റെ കൂടെ അത് പറഞ്ഞിട്ട് കൈവയ്ക്കാനായിട്ട് പറയുന്നു. അവന് ചെയ്യുന്നു ഷിങ്ങി പിന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യ സ്കില്ല് ട്രൂ വൈറ്റ് സോഡ് അത് നോക്കാനായിട്ട് പറയുന്നു. എനർജി ആ സോഡിലേക്ക് കയറ്റിയിട്ട് ഒറ്റവിട്ട് അവിടെ മുഴുവൻ വെട്ടിപ്പായി. ആ മരങ്ങളെല്ലാം വെട്ടിപ്പോയി. അത്ര ക്ലിയർ ആക്കിന്ന്, അത്ര പവറായിരുന്നു. അവന് ചെയ്തു നോക്കി കാറ്റ് വന്നത് മെച്ചം. പോകുന്നതിനോടൊപ്പം ദിവസം 3000 പ്രാവശ്യം ചെയ്യാനായിട്ട് പറയുന്നു. അതുപോലെ വർഷം 1,000,000 ടൈം. മനസ്സിൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഓർക്കണം എന്നോട് പറയുന്നുണ്ട്. കുറേ ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ബീസ്റ്റ് യുവിനെയും ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യുവാണ്. അത് വളരെ സ്ട്രോങ് ആയ പോയിസൺ ബീസ്റ്റ് കൂടിയാണ്. ഹാവച്ചൻ കുറേ ദിവസമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് എനിക്ക് എൻ്റെ അമ്മയെ കാണാം എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഫ്രണ്ട്സിൻ്റെ സൗണ്ട് അത് കേൾക്കുന്നത്. നേരെ ചെല്ലുന്ന യുവിനെ അറ്റാക്ക് ചെയ്യുന്ന അടുത്ത് വന്നില്ല. അപ്പോൾ തന്നെ കൊടുത്തു ഹാവച്ചൻ. എന്നിട്ട് വന്ന് നിൽക്കുവാണ്. യോ പറയുന്നുണ്ട് ഇത് ഡേഞ്ചറായ ഒരു ജീവിയാണ്, ഇത് സ്കോർപിയൻ ലിസാർഡാണ് എന്നത് അവന് മനസ്സിലായി. അതിനെ നേരിടാനായിട്ട് പോവാണ്. യുവിനെ കൊണ്ട് നിങ്ങൾ ഇവിടെ പൊയ്ക്കോ, ഇതിന്റെ കാര്യം ഞാൻ നോക്കണം എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. അതിന്റെ വാല് അത് വെച്ച് അടിച്ച് തടയാൻ നോക്കി, എന്നാൽ തെറിച്ചുപോയി. അത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. എന്നാൽ ആ സോഡ് അത് ഉപയോഗിച്ച് തടഞ്ഞു. അവന് വിശ്വസിക്കാനാവുന്നില്ല. അവന്റെ സ്ട്രെങ്ത് കൂടിയത് മനസ്സിലായി. അതുപോലെ ആ വൈറ്റ് സോഡ് അത് വർക്കിംഗ് ആകുന്നുണ്ട്. എന്നാൽ ജസ്റ്റ് മിസ്സിനാണ് ഇടയ്ക്ക് പോകുന്നതെന്ന് കാണാം. മനസ്സിൽ ഷിങ്ങു ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചത് ഓർക്കുകയാണ്. അതെന്താണെന്ന് ഇതിന്റെ വാലിലാണ് അതിൽ സ്ട്രെങ്ത് ഇരിക്കുന്നത്. പോയിസൺ അതിന്റെ വീക്ക് പോയിന്റ് വയറാണ് എന്നത് മനസ്സിലാക്കിയിട്ട് പിന്നെയും ചെല്ലുകയാണ്. അതുപോലെ ചെയ്യുകയും ചെയ്തു. അവന് വളരെ സ്ട്രോങ് ആയി എന്നത് യുവിന് മനസ്സിലായി. ആ സ്കോർപിയൻ ലിസാർഡ് അവിടെ മുഴുവൻ സ്മോക്കൊക്കെ അതവന് കാണാൻ കഴിയുന്നില്ല. അത് ഡേഞ്ചർ ആണെന്ന് അവരും. എന്നാൽ ഇവിടെയാണ് ഷിങ് പഠിപ്പിച്ച് കൊടുത്ത മറ്റൊന്ന്. കാണാൻ കഴിയാത്തത് മറ്റു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെയ്തു. അതിൻ്റെ അറ്റാക്ക് അങ്ങനെ തടയുന്നു. എങ്ങനെ? സൗണ്ട് കൊണ്ട്. അങ്ങനെ
പിന്നെ തിരിച്ചു കൊടുത്തു. അവൻ ഇത്രയും നാൾ ട്രെയിൻ ചെയ്ത ട്രൂ വൈറ്റ് സോഡ് അത് ഉപയോഗിച്ച് അതിന്റെ വയറ്റിൽ കുത്തി താഴേക്ക് വരുന്നു. പിറകിലാ ടൈലി അങ്ങനെ തന്നെ വന്നു കുത്തിയില്ല, അവന്റെ തൊട്ട് പുറകിലായിട്ട് വന്ന് വീണു. അങ്ങനെ ആ ജീവി ആ സ്കോർപിയലിസായിട്ട് അവിടെ ഡെഡായി. അത് വീണു ടീച്ചറെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചത് കൊണ്ട് നടന്നു. ഇല്ലേ ഞാൻ ഡെഡ്. യോ എന്നിട്ട് അവന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അവന് ടെൻഷനായി പോയി. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് അവരത് കണ്ട് അതിശയിച്ച് നിൽക്കണം. അവന്റെ അടുത്ത് വന്നിട്ട് അവനെ പൊക്കി പറയാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് നീ ചെയ്തേ, നീ സ്ട്രോങ് ആയി എന്നൊക്കെ. ഇതിലെ യുവനാണെങ്കിൽ എന്തോ പോലെ ആയിപ്പോയി. കാരണം അവന് സ്ട്രോങ് ആയിട്ട് പോലും ആ ജീവിയെ യുവന് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ അവര് തിരികെ പോകുന്ന അവന്റെ മുഖം അതുകൊണ്ട് ഹാവച്ചനെ എന്തോ പോലെ പോയി. അങ്ങനെ നിൽക്കാണ് അങ്ങോട്ട് രണ്ടുപേര് വരുന്നത്. അവരൊക്കെ കണ്ടാൽ അറിയാം ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. ആ വലിയ ആരോ എന്ന പോലെയാണ്, ആരോ വലിയ ആളാണ് എന്ന പോലെയാണ് അവരുടെ വരവ്. അതുപോലെയൊക്കെയാണ് കാണിക്കുന്നത്. ഡെലിറ്റ് നീയാണോ അതിനെ കൊന്നേ? അല്ല, ഞാൻ ഒരു പയ്യനാണ്. അവള് വന്ന് നോക്കിയിട്ട് അതെ ഇവനൊരു പയ്യനാണ്, എന്നാലും ഇവൻ എന്ത് ക്യൂട്ടാ. അവരൊന്നിട്ട് അവരുടെ പേര് പറഞ്ഞിട്ട് കാര്യം ചോദിക്കുമ്പോൾ വന്നത് ഈ ജീവിയെ സെല്ല് ചെയ്യുമെന്ന് ചോദിക്കാനാണ്. കാരണം ഈ വേസ്റ്റ് വിറ്റാൽ നല്ല പൈസ കിട്ടും. സത്യത്തിൽ അവൻ ഇതൊന്നും അറിയില്ലായിരുന്നു, ഇങ്ങനെ കൊന്ന പൈസ കിട്ടുമായിരുന്നു എന്ന പോലെയാണ്. ഈ അവസരം മുതലാക്കിയിട്ട് ഇതിന് വലിയ വിലയില്ല, ഒരു ഗോൾഡ് കോയിൻ. അത് കേട്ട് അവനൊന്ന് ഷോക്കായി പോയി. അവന് അതുപോലും വലിയ തുകയാണ്. എന്നാൽ അവർ കുറച്ച് പറഞ്ഞതാണെന്ന് കേട്ട് കരുതി. അല്ല, കൊച്ചു പെൺകുട്ടി വഴക്ക് പറയുമ്പോൾ 3 ഗോൾഡ് കോയിൻ പറഞ്ഞ് അവന് ഓക്കെ. അപ്പോൾ തന്നെ അത് എടുത്തു. ഇനി വല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ വരാം എന്ന് പറഞ്ഞ് പോക്കാണ്. അല്ല, നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്ന രീതിയിലാണ് അവനും. കിട്ടിയത് കൊണ്ട് താമസിച്ചു എന്ന് പറഞ്ഞ് പോകുന്നു. വീട്ടിൽ അവന്റെ അമ്മ കാത്തു നിൽക്കുന്നു. അവര് ചെന്ന് കെട്ടുപിടിച്ച് അമ്മ മുൻപത്തേക്കാൾ റിക്കവറായി എന്ന് പറയുമ്പോൾ നീ സ്ട്രോങ് ആയി, ഷിങ്ങു സ്ട്രിക്റ്റ് പോലെ എന്ന രീതിയിൽ പറയുമ്പോൾ അതെല്ലാം നല്ലതിന് വേണ്ടിയാണ്, ഇപ്പോൾ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഒരു ലെറ്റർ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. അത് വായിച്ചു നോക്കിയിട്ട് ഞാൻ പുതിയ റോപ്പ് അത് ഉണ്ടാക്കി നോക്ക്. അവനെ നോക്കിയിട്ട് ഇത് കൊള്ളാലോ, നല്ല ഇതാണല്ലോ, ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ അവന്റെ മുടിയിൽ അത് കെട്ടി കൊടുത്തത്. നീ ഇത് നഷ്ടപ്പെടുത്തരുത്, നിനക്ക് ഷിങ്വിനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എന്നാൽ വളരെ കോൾഡ് ഫേസ് ആണ്, 1 മില്യൺ തവണ ചെയ്യണം കേട്ടല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ ആക്ഷൻ അത് കാണിക്കുന്നു. അപ്പോഴാണ് ആ റിങ് അതുകൊണ്ടിട്ട് ഇത് ആര് തന്നതാണ് എന്ന് ചോദിക്കുന്നത്. അത് പറയാൻ അവനൊന്ന് മടിച്ചു, കാരണം അവള് കൊടുത്തതാണല്ലോ. അത് കൊടുക്കുമ്പോൾ അതിൽ എന്നെ മറക്കരുത് എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്കിതൊരു പെൺകുട്ടി തന്നാണല്ലേ? അല്ലല്ല, അതങ്ങനെ മനസ്സിലായി. അത് കണ്ടപ്പോൾ മനസ്സിലായി. അവന് കൊടുക്കുന്നു, അവനത് കണ്ടു. ഡോണ്ട് ഫോർഗെറ്റ് മീ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവളോട്ട് ഒരു വോയിസ് 4ാമത്തെ റൗണ്ടിന് തയ്യാറാണ്. ഇതിൽ തോറ്റാൽ നിന്റെ 6 സെൻസ് ഓരോന്നായിട്ട് നഷ്ടപ്പെടും. ഇതിൽ തോക്കുകയാണെങ്കിൽ നിന്റെ കാഴ്ച, അവൾ അവന്റെ ഓർമ്മ അത് ആലോചിച്ചിട്ട് കാണാൻ കഴിയുമോ എന്ന് പോലെ അറിയാതെ സമ്മതിച്ചു. അങ്ങനെ അവളുടെ ചലഞ്ച് അത് സ്റ്റാർട്ടായി. എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒരു സോഡ് അതിന് ചുറ്റും ഒരുപാടെണ്ണം അവളുടെ ഉള്ളിലേക്ക് കയറുന്നു. അതോടെ അവളുടെ കണ്ണിന് എന്തോ പറ്റുന്നുണ്ട്, അവളുടെ കാഴ്ച പോയി എന്നത് മനസ്സിലാക്കാം. ഈ സമയത്ത് ഹാവോച്ചൻ ഇന്നത്തെ രാത്രി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നീ അത് കാണുന്നുണ്ട് എന്ന് ചോദിക്കുന്നു. റിങ്ങിനുള്ളിൽ ഒരു പവർ പോലെ അവിടെ മുഴുവനും സ്പിരിറ്റ് ബട്ടർഫ്ലൈ പോലെ ഉള്ളതും കണ്ടു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞു. ആ സമയത്ത് എല്ലാം അവൾ ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ അവനോട് അടുത്ത ചലഞ്ച് അതിനായിട്ട് മൂൺ സിറ്റിയിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അതിൽ 3 ടാസ്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് നീ തിരിച്ചു വരണം. എന്താണ് ടെസ്റ്റ് എന്ന് അറിയില്ല. അതോടെ അതൊക്കെ ആലോചിച്ചിട്ട് പോകണം. അവിടെ ഉള്ളവർ ഒരു ചെറിയ പെൺകുട്ടി സോഡും കൊണ്ടുപോകുന്നതാണല്ലോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അത് മൈൻഡാക്കാതെ അവന് വന്ന് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയി. മൂൺ സിറ്റി എന്നാണ് തോന്നുന്നു അതിന്റെ പേര്. അങ്ങോട്ട് ഓടിപ്പോയി അവിടെയുള്ള ലിഫ്റ്റിൽ കയറി. എന്നിട്ട് അതിന് മുകളിലേക്ക് പോവാണ്. അവിടെ ഉള്ളതൊക്കെ കണ്ട് അതിശയിച്ച് നിൽക്കുന്നു. അങ്ങനെ അവൻ മൂൺ സിറ്റി നൈറ്റ് ബ്രാഞ്ച് ടെമ്പിളിൽ എത്തി. പിന്നെ നടന്നു പോകുമ്പോഴാണ് അവിടെയുള്ള ഗാർഡ്സ് തടഞ്ഞത്. പുറത്തേക്ക് വിരട്ടി പറഞ്ഞുവിടാനായിട്ട് നോക്കുന്നു. അവന് ഓഡിൻ ഹാളിൽ നിന്നാണ് അങ്കിൾ നളനെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ കയറ്റിവിടാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങോട്ടൊരു പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അവളുടെ പേര് ലീഷിൻ. അവന്റെ കയ്യിൽ പിടിച്ചൊരു കാര്യം ചോദിക്കുന്നു. അവന് വന്ന കാര്യം പറയുമ്പോൾ അവിടെ ഉള്ളവരെ വിരട്ടിയിട്ട് അവനെ കൊണ്ട് പോവാണ്. അവന് ലീഷിന് ഒരു നോർമൽ ഗേൾ അല്ല, ഒരു നൈറ്റ് ആണ് എന്നത് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അവിടെ ഒരുത്തം വെള്ളം ഇറക്കുമ്പോൾ മറ്റവൻ അടിച്ച് അത് മാസ്റ്റർ നളന്റെ ഡയറക്റ്റ് ഡിസിബിൾ ആണ്, മോസ്റ്റ് ടാലന്റഡ് നൈറ്റ് ഫീമെയിൽ ഹെൽ ഫ്ലവർ. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.